ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ള ഓരോ സ്ത്രീക്കും ഈ സിനിമയെ എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കും. പ്രായം എത്രയായിക്കോട്ടെ, നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ കുട്ടിയോ സ്വപ്നങ്ങൾ നിറഞ്ഞ ഒരു കൗമാരക്കാരിയോ ജീവിച്ചിരിപ്പുണ്ട്. ഒരിക്കലെങ്കിലും ആ കുട്ടിയുടെ ആഗ്രഹങ്ങൾ പോലെ ജീവിക്കണമെന്നൊരു മോഹം നമ്മളൊക്കെയും മനസ്സിൽ സൂക്ഷിക്കുന്നവരുമാണ്. ആ ഓർമ്മയും ആ തോന്നലും ഒരുപോലെ വളരെ മനോഹരമാക്കി നമ്മളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ചിന്ന ചിന്ന ആസയിലൂടെ. വളരെ എമിനൻ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ് ഗോവിന്ദ് വസന്ത. ഗോവിന്ദ് വസന്തയുടെ സംഗീതം കൂടി ആയപ്പോൾ ചിത്രത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു എന്ന് പറയാം. ശരിക്കും ഈ ചിത്രം തിയേറ്ററിൽ കാണുന്നതോടൊപ്പം നമ്മൾ വാരണാസിയിലൂടെ യാത്ര പോവുകയായിരുന്നു, മാധവ മാഷിനും ലീലയ്ക്കും ഒപ്പം ഒരു തിരിച്ചറിവ് കൂടി ഉണ്ടായി. ഒരു സിനിമ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടുതൽ അത് കേൾക്കാണ്ടിരിക്കുക. ഓരോരുത്തരുടെയും ചിന്തകളും വീക്ഷണ തലങ്ങളും വ്യത്യസ്തമാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നോ, നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം മറ്റൊരാൾക്ക് അതുപോലെ ആവണമെന്നോ ഇല്ല. സിനിമയെ അവനവൻ്റെ വീക്ഷണകോണിൽ കാണാനായിട്ട് ശ്രമിക്കുക. ചില സിനിമകൾ നമ്മൾ കണ്ടു മറക്കും, ചില സിനിമകൾ നമ്മളിലെന്തോ മാറ്റി വെച്ചിട്ട് ഒരൊറ്റ പോക്കായിരിക്കും. എനിക്ക് ചിന്ന ചിന്ന ആസൈ അങ്ങനെ ഒരു സിനിമയാണ്. എൻ്റെ ഹൃദയത്തെ ഒന്ന് ഉലച്ച, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തെ ഒന്ന് തൊട്ട് തലോടിയ മനോഹരമായ ചിത്രം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക കേട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സിനിമ. വർഷ വസ്തുവിനും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ സംഗീതമായിക്കോട്ടെ, ഇതിൻ്റെ മറ്റ് എല്ലാ ഭാഗങ്ങളിലും വർക്ക് ചെയ്ത എല്ലാവർക്കും 1000 ആശംസകൾ നേരെയാണ്. മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.